നമസ്കാരം. ഓരോ തുടക്കവും ഓരോ പ്രതീക്ഷയാകുന്നു. ഇന്നേ വരെ അനുഭവിച്ച ദുഃഖവും ദുരിതവും മാറി പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ വരും എന്ന ശുഭപ്രതീക്ഷ. തൊഴിൽ ലഭിക്കാത്തവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കും എന്ന പ്രതീക്ഷ. വിവാഹം നോക്കുന്നവർക്ക് വിവാഹം, അങ്ങനെ വീട്, വസ്തു, വാഹനം എന്നിവ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ അവയെല്ലാം നടക്കും എന്ന ശുഭപ്രതീക്ഷ ഏവരും വച്ച് പുലർത്തുന്നതാകുന്നു. അതിനാൽ തന്നെ വളരെ പ്രതീക്ഷയോടെ ഒരു പുതുവർഷം കൂടി വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. 2024 ഏവർക്കും സർവ്വ ഐശ്വര്യവും ഭാഗ്യവും വന്ന് ചേരുവാൻ ചില കാര്യങ്ങൾ 2024 മുൻപായി നാം ഏവരും ചെയ്യേണ്ടതാകുന്നു. ഈ കാര്യങ്ങളിൽ പ്രധാനമായും ക്ഷേത്രദർശനമാണ് ചെയ്യേണ്ടത്. നമ്മളിൽ ഈശ്വരാധീനം വർദ്ധിക്കുവാനും അതേപോലെ തന്നെ ഭാഗ്യം വന്നു ചേരുവാനും ഇതിലൂടെ സാധിക്കും എന്ന് തന്നെ പറയാം. ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ ചില വഴിപാടുകൾ ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ഈ വഴിപാടുകൾ ഏതെല്ലാമാണ് എന്നും എപ്രകാരം ചെയ്യണം എന്നും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. പുതുവർഷത്തിൽ നടത്തുന്ന ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ വഴിപാടായി പറയുന്നത് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ടാകുന്നു. കാരണം ഒരു വ്യക്തിക്ക് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ക്ഷേത്രം അവരുടെ കുടുംബക്ഷേത്രം തന്നെയാകുന്നു. ഇവിടെ പ്രാർത്ഥിക്കാതെ എവിടെ തന്നെ പ്രാർത്ഥിച്ചാലും ഫലം ലഭിക്കണം എന്നില്ല. ഒരു വ്യക്തിക്ക് ആദ്യം രക്ഷയ്ക്കായി എത്തുന്നത് കുടുംബദേവതയാകുന്നു. അതിനാൽ അത്രമേൽ പ്രാധാന്യം നാം കുടുംബക്ഷേത്രത്തിന് നൽകണം എന്ന കാര്യം ഓർത്തിരിക്കുക. പ്രത്യേകിച്ചും വർഷാരംഭത്തിൽ ഇപ്രകാരം ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാകുന്നു. ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. കുടുംബക്ഷേത്രത്തിൽ പുതുവർഷത്തിൽ തന്നെ ദർശനം നടത്തുക എന്ന കാര്യമാണ് പരമപ്രധാനം. ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ വഴിപാട് കൂടി നടത്തുക. കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ അർച്ചന നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം എണ്ണ വഴിപാടും വിളക്ക് വഴിപാടും നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. അർച്ചന കുടുംബത്തിലെ എല്ലാവരുടെയും പേരിൽ നടത്തുക. സാധിക്കുന്നില്ല എങ്കിൽ ഗൃഹനാഥന്റെ പേരിൽ നടത്തുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക. ദർശനം നടത്തുമ്പോൾ കുടുംബാംഗങ്ങൾ ഏവരും ദർശനം നടത്തുവാൻ ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നതാണ് ആ കുടുംബത്തിന് ഏറ്റവും ശുഭകരം. അതിനാൽ സാധിക്കുന്ന ഏവരും കുടുംബസമേതം ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക. ദേവതയുടെ സമക്ഷം നിന്നുകൊണ്ട് കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കുഴിഞ്ഞ് ഒരു നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിക്കുന്നതും ദേവതയ്ക്ക് കാണിക്കയായി സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദുരിതവും ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമാണ് എന്ന കാര്യവും ഓർക്കുക. കുടുംബക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പ്രസാദം നിത്യവും ശുദ്ധിയോടെ തന്നെ അണിയുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് മുൻപ് സാധിക്കുന്ന ഏവരും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ദർശനം നടത്തുകയും കുടുംബാംഗങ്ങൾ എത്ര അംഗങ്ങളുണ്ടോ അത്രയും അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് നാളികേരം ഉടയ്ക്കുന്നതും ഏറ്റവും ശുഭകരമായി മാറും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തടസ്സങ്ങൾ, ദുരിതങ്ങൾ എന്നീ കാര്യങ്ങൾ ഒഴിഞ്ഞ് പോകുന്നതാണ്. അതിനാൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിന് മുൻപ് നാളികേരം ഉടച്ച് ദർശനം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി കുടുംബക്ഷേത്രത്തിൽ ഗണപതി സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട് എങ്കിൽ തീർച്ചയായും അവിടെ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം, അതായത് നാളികേരം ഉടച്ചതിന് ശേഷം കുടുംബദേവതയെ ദർശിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കൂടാതെ ഗണപതി ക്ഷേത്രത്തിൽ നാം ചെയ്യേണ്ട അതിവിശേഷപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. എല്ലാ മാസവും ഗൃഹനാഥന്റെയും ഗൃഹനാഥയുടെയും, ഗൃഹനാഥൻ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ പേരിൽ ഗണപതി ഹോമം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. എല്ലാ മാസവും മുടക്കം കൂടാതെ നടത്തുവാൻ ശ്രമിക്കുക. ഗൃഹനാഥന്റെ അല്ലെങ്കിൽ ഗൃഹനാഥയുടെ ജന്മനക്ഷത്ര ദിവസം നടത്തുന്നതാണ് ഏറ്റവും ശുഭകരം.
ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ബാധിക്കാതെ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുവാൻ സഹായകരമായി മാറും എന്ന കാര്യവും ഓർക്കുക. തടസ്സങ്ങൾ അകന്ന് പോകുന്നതുമാണ്. കൂടാതെ സാധിക്കുന്ന ഏവരും ഗണപതി ഹോമം നടത്തുന്ന വേളയിൽ തന്നെ കറുകാമാല കൂടി ഷീട്ടാക്കുക. അല്ലെങ്കിൽ കറുകാമാല സമർപ്പിക്കുവാനുള്ള പണം മാല കെട്ടുന്നവർക്ക് സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും മുടങ്ങാതെ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. പുതുവർഷം മുതൽ ഈ കാര്യം ചെയ്തു തുടങ്ങുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഈ വർഷം പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യം ചെയ്യുക. പിന്നീട് എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുക. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ പുതുവർഷം വരെ കാത്തു നിൽക്കാതെ അതിനു മുൻപ് തന്നെ ഷീട്ടാക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടത്, മറ്റൊരു വഴിപാട് പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നടത്തേണ്ടതാകുന്നു. ആ വഴിപാട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലാകുന്നു. ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക. വെറ്റിലമാലയും അതോടൊപ്പം കുങ്കുമവും സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടിനെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത്. ഈ വഴിപാട് നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ, പുതുവർഷം ആരംഭിക്കുന്നതിന് മുൻപ് നടത്തുകയാണ് എങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ ഭാഗ്യം വർദ്ധിക്കും. അതിനാൽ പുതുവർഷത്തിൽ ഭാഗ്യം അവരെ അനുകൂലിക്കും എന്ന കാര്യം ഓർക്കുക. എല്ലാ മാസവും ഇത്തരത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഗൃഹനാഥന്റെയോ ഗൃഹനാഥയുടെയോ പേരിൽ നടത്തുക. അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് ആരാണോ, ജോലിക്ക് പോകുന്നത് ആരാണോ, ആ വ്യക്തിയുടെ പേരിൽ നടത്തുന്നതും ശുഭകരമാകുന്നു. എല്ലാ മാസവും ജന്മനക്ഷത്രത്തിൽ തന്നെ ഇപ്രകാരം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈ വഴിപാട് കൂടി നടത്തുകയാണ് എങ്കിൽ അത് പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. ആർക്കും വളരെ എളുപ്പത്തിൽ നടത്തുവാൻ സാധിക്കുന്ന വഴിപാടുകൾ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ വഴിപാടുകൾ നടത്തുവാൻ ശ്രമിക്കുക. മാസത്തിൽ മുടങ്ങാതെ നടത്തുവാൻ ശ്രമിക്കണം എന്ന കാര്യം ഓർത്തിരിക്കുക.